students, in the last video we were been discussing some of the reorder quantity factors. Reorder quantity factors അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ഇതുവരെയുള്ള വീഡിയോസ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എന്തെങ്കിലും പോർഷൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. സോ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ഗെറ്റ് ദ അപ്ഡേറ്റ്സ് ഓൺ ദ ലേറ്റസ്റ്റ് വീഡിയോസ്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിരുന്നത് EOQ ആൻഡ് ഇറ്റ്സ് ഫോർമുല എന്നതായിരുന്നു. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് ദ ഫോർമുല. ഓക്കെ, സോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ, ഇതൊരു ഫുൾ ഫോമുലും ചോദിച്ചിരുന്നു. വാട്ട് ഇസ് മെൻ ബൈ EOQ? ഓക്കെ, സോ ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഒപ്റ്റിമം ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓർഡേഴ്സ് ഫോർ എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിന് പല ടൈമിലും പല ടൈപ്പ് ഓഫ് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഡിമാൻഡിനനുസരിച്ച് വേണം നമ്മൾ ഗുഡ്സ് എത്തിച്ചു കൊടുക്കാൻ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ് ഇനഫ് ടു ഫുൾഫിൽ ദ ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമർ, വാട്ട് വിൽ ഹാപ്പൻ? ദ കസ്റ്റമേഴ്സ് വിൽ ഷിഫ്റ്റ് ടു അനദർ കമ്പനി, അല്ലേ, വേറൊരു പ്രൊഡക്റ്റിലേക്ക് അവർ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റോക്ക്, ഒരു കമ്പനിയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വി ഷുഡ് ഹാവ് എ കീൻ ഒബ്സർവേഷൻ വാട്ട് ഇസ് എ ഡിമാൻഡ്. ഇപ്പോൾ ഡിമാൻഡിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സാണ് നമ്മൾ റീഓർഡർ ചെയ്യേണ്ടത്, അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓർഡേഴ്സ്. എത്ര തവണയായിട്ട് എത്ര ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ഓർഡർ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് EOQ ഓർ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് എക്കണോമിക്കലി യൂസ്ഫുള്ളായ കൺസെപ്റ്റിൽ. So economic order quantity is given by the equation which is equal to root of 2SD by H. Root of 2SD by H, where S is the ordering cost or the fixed cost. Order ചെയ്യാറുണ്ട് നോർമൽ ഒരു കോസ്റ്റ് ഉണ്ട്, അത് എപ്പോഴും ഫിക്സ്ഡ് ആണ്. പിന്നെ D means the annual quantity demanded. നമുക്ക് എത്ര ഡിമാൻഡാണ്, ആനുവൽ ക്വാണ്ടിറ്റി എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നുള്ളതും. H is the holding cost or the variable cost. നമ്മളിത് ഹോൾഡ് ചെയ്യുന്നതിന്, ഒരു ഇൻവെൻട്രി ഹോൾഡ് ചെയ്യാനും കോസ്റ്റ് വരുന്നുണ്ട്, ആ ഒരു കോസ്റ്റാണ് H എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി is given by the equation root of 2SD by H. ചിലപ്പോൾ പല പല ടേംസ് ആയിരിക്കും, എസും എച്ചും ഡിക്കും പകരം വേറെ ടേംസ് ആയിരിക്കും നിങ്ങൾ ടെക്സ്റ്റിൽ പഠിച്ചിരിക്കുന്നത്. ഇഫ് യു ആർ ഫോളോയിങ് ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, സംടൈംസ് ഇറ്റ് വിൽ ബി written like COD by CV, root of COD by CV, where CO is the ordering cost and D is the demand and CV is the variable cost or the holding cost. CO no, CV no, CH no ഒക്കെ കാണും. So you can write the equation that you have studied. അത് അറിയാത്തവരുണ്ടെങ്കിൽ you can write this, but always when you write like this you want to write what that letters means. S എന്താണെന്നും H എന്താണെന്നും D എന്താണെന്നും സ്പെഷ്യലായിട്ട് എഴുതിയിരിക്കണം. Okay, so this is the economic order quantity. So it is just the quantity or the optimal level of quantity or the frequency of orders for a particular level of demand. ഇനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, പാർട്ടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഐ വിൽ അപ്ലോഡ് ഇറ്റ്, പ്ലീസ് വാച്ച് ഇറ്റ് ഓൾസോ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ പാർട്ട് B and C. B and Cയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഓഫ് വിച്ച് ദ ഫസ്റ്റ് വൺ ഇസ് what is meant by work study, what are its objectives, what are the techniques and procedure adopted for conducting work study. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് സ്റ്റഡി എന്ന ഒരു ഭാഗത്തിൽ വരാവുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ, ടെക്നിക്സ് ചോദിച്ചാൽ, പ്രൊസീജിയേഴ്സ് ചോദിച്ചാൽ, ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദിസ്. സോ വർക്ക് സ്റ്റഡി ഇസ് എൻ ഇൻവെസ്റ്റിഗേഷൻ, അതൊരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. ബൈ മീൻസ് ഓഫ് എ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ഓഫ് എ വർക്ക് ഡൺ ഇൻ എ ഓർഗനൈസേഷൻ in order to attain the best utilization of resources like the materials, machine, men and money. നമ്മളുടെ കോസ്റ്റ്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് മെറ്റീരിയൽ, ദെൻ മെഷീൻസ്, മെൻ ആൻഡ് മണി. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്ത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരു കണ്ടിന്യൂസ് ഒരു കൺസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്റ്റഡിയാണ് നമ്മൾ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ഈച്ച് വർക്ക് ഈസ് അസൈൻഡ് ഹിയർ ഓർ അസിസ്റ്റ് ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് എ വർക്ക് സ്റ്റഡി. അപ്പോൾ നിങ്ങൾക്കൊരു ഡെഫിനേഷൻ എഴുതാം. വാട്ട് ഇസ് മെൻ ബൈ വർക്ക് സ്റ്റഡി എന്ന് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദിസ് ഡെഫിനേഷൻ. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് പാർട്ട് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. So the main objective of work study is increased efficiency. If you know how the work is and what the work is, അതിനനുസരിച്ച് നമുക്ക് ആൾക്കാരെയും മെറ്റീരിയൽസും മണിയും ഒക്കെ അലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ് ഇസ് വൺ, വി വിൽ ബി ഹാവിങ് എൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് വർക്ക്. സെക്കൻഡ്, ബെറ്റർ പ്രൊഡക്റ്റ് ക്വാളിറ്റി.
ഇതെല്ലാം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആകുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഇസ് അനദർ ഒബ്ജക്റ്റീവ്. ദെൻ ടു ചൂസ് ദ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ടു ഡു എ ജോബ്. ഈ വർക്ക് സ്റ്റഡി നടത്തുന്നതിൻ്റെ വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് വർക്കിൽ എങ്ങനെ വർക്ക് ചെയ്താലാണ് പെട്ടെന്ന് വർക്ക് തീരുക അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി വർക്ക് തീരാൻ പറ്റുക, ഏറ്റവും ബെസ്റ്റ് വേ ഓർ ദ ഫാസ്റ്റസ്റ്റ് വേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും വി ക്യാൻ സ്റ്റഡി ദ വർക്ക്. Work study can be done to understand how we can complete a work in the fastest way. Then to improve the working process തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് ഒന്ന് ബെറ്റർ സ്പീഡി ആക്കാനൊക്കെ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ദിസ് വർക്ക് സ്റ്റഡി. ദെൻ ലെസ് ഫറ്റീഗ് ടു ഓപ്പറേറ്റേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പോൾ വർക്ക് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ഫാസ്റ്ററ്റായിട്ടൊരു വർക്ക് നടത്താനാണ് നോക്കുന്നത്. ഒരു നോർമൽ ഒരു വർക്ക്മാനിന് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഈ റെപ്പിറ്റേറ്റീവ് റുട്ടീൻ വർക്ക്സ് ചെയ്യുമ്പോഴാണ്. ബിക്കോസ് റുട്ടീൻ വർക്ക്സ് ആർ ഓൾവേസ് ലേസി വൺസ്. എപ്പോഴും എന്നും ചെയ്യുന്നതുകൊണ്ട് ദേ വിൽ ഫീൽ എ ബോർഡം. അപ്പോൾ അങ്ങനെയുള്ള ബോർഡം അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിനെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കുന്നു. പെട്ടെന്ന് ആ റുട്ടീൻ വർക്ക്സ് ചെയ്യാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഫറ്റീഗ്, ഒരു മടി ഒക്കെ കുറയ്ക്കാൻ പറ്റും. Then effective labor controlling is around because we are efficiently utilizing the man here by having a proper work study. So we can thereby reduce the labor or we can use the labor in an effective way. The effective utilization of all other resources apart from the labor നമ്മൾ effective utilize ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയൽസ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും മണി ആണെങ്കിലും ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ടു ഡിസൈഡ് എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ്, ഏതൊക്കെ എക്യുപ്മെൻറ്റ് വേണം ഏതൊക്കെ എക്യുപ്മെൻറ്റ് വേണ്ട എന്നതെല്ലാം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക് സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു പണ്ട് നമ്മളുടെ അറ്റൻഡൻസ് മസ്റ്റർ റോളിലൊക്കെ ആയിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ബയോമെട്രിക് എന്ന കൺസെപ്റ്റിലേക്ക് മാറി. ബിക്കോസ് ഇറ്റ് ഇസ് എ റുട്ടീൻ വർക്ക് ഫോർ ദി ഗേറ്റ് കീപ്പർ ഓർ ദി സം സ്റ്റാഫ് ടു റെക്കോർഡ് ദ അറ്റൻഡൻസ് ഷീറ്റ് അല്ലേ. അപ്പോൾ അതിന് പകരം ബയോമെട്രിക് സിസ്റ്റം കൊണ്ടുവരാം, അങ്ങനെ ഒരു ടെക്നോളജി കൊണ്ടുവരാമെന്നല്ല ഒരു വർക്ക് സ്റ്റഡിയിലൂടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് പുതിയൊരു എക്യുപ്മെൻറ്റ് വേണം അല്ലേ, പുതിയൊരു എക്യുപ്മെൻറ്റ് വേണമെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ മസ്റ്റർ റോൾസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ മാറ്റാനുമുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തു വർക്ക് സ്റ്റഡി. ദെൻ ടു പേ ദ ഫെയർ വേജസ്, നമ്മൾ എത്ര വർക്ക് ഓരോരുത്തർ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ വർക്ക്മാൻ ആണെങ്കിലും ഒരു യൂണിറ്റ് ചെയ്യുന്ന വർക്ക്മാൻ വേറെ യൂണിറ്റ് ചെയ്യുന്ന വർക്ക്മാൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. ബിക്കോസ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് വർക്ക് ദേ ഡു. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർക്ക് വേജസും കൊടുക്കുന്നത്. ഫെയർ ആയിട്ട് നമുക്ക് വേജസ് കൊടുക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ദി വർക്ക്, സംടൈംസ് ബേസ്ഡ് ഓൺ ദ ടൈം ഓർ സംടൈംസ് ബേസ്ഡ് ഓൺ ദ വർക്ക് ദേ ഡു, പീസ് ഓഫ് വർക്ക് ദേ ഡു. Okay, so to pay the fair wages also we do work study. Then to aid in the calculating exact delivery, or goods correct exact delivery നടത്തണമെങ്കിൽ വർക്ക് സ്റ്റഡി ഉണ്ടെങ്കിൽ we can identify when it can be delivered. ഇപ്പോൾ ആമസോണിലൊക്കെ നമ്മൾ കാണുന്ന എന്താ, നമ്മൾക്ക് when at the time of ordering itself they will schedule, it will be arriving on one day, it will be arriving on Tuesday, like that we will see അല്ലേ. അതെല്ലാം ഒരു വർക്ക് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ്, അതൊരു ഓട്ടോമാറ്റിക് വർക്ക് സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് ഡെലിവേർഡ് ദാറ്റ് ടൈം. ആ ഒരു ബേസ് നമുക്ക് നോർമൽ വർക്കിലും കൊണ്ടുവരാൻ പറ്റും ഇഫ് യു ആർ ഡൂയിങ് എ പ്രോപ്പർ വർക്ക് സ്റ്റഡി. ദെൻ ടു ഫോർമുലേറ്റ് ദ റിയലിസ്റ്റിക് ലേബർ ബഡ്ജറ്റിംഗ്, നമ്മൾ ലേബർ കൺട്രോളിന് ഈസി ആക്കുന്നുണ്ട്, ലേബർ വേജസ് ഈസി ആക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ലേബർ ബഡ്ജറ്റിങ്ങും ഇതെല്ലാം പ്രോപ്പറായ ലേബർ ബഡ്ജറ്റിങ്ങും ഈസിയർ ആവും. ആൻഡ് ടു ഡിസൈഡ് ദ റിക്വയർഡ് മാൻ പവർ ടു ഡു എ ജോബ്, ഒരു ജോലി ചെയ്യാൻ എത്ര ആൾക്കാർ വേണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് സ്റ്റഡി ഇല്ലെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരെ കൊടുത്താലും ഒരു വർക്കിന് എത്ര ആൾക്കാർ കൊടുത്താലും ദേ വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ആൾക്കാർ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ നമുക്ക് എത്ര ആളെ വേണം എന്ത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ വി വോണ്ട് ഹാവ് എ വർക്ക് സ്റ്റഡി. ഒരാൾ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണോ അതിനനുസരിച്ച് ആൾക്കാരെ അലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര മാൻ പവർ വേണം എന്നതും നമുക്ക് ഈ ഒരു വർക്ക് സ്റ്റഡി കൊണ്ട് എടുക്കാൻ പറ്റും. സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്ക് സ്റ്റഡി. ദ മേജർ ഇതിലിപ്പോൾ 12 പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ സ്റ്റഡി 6 ആൻഡ് ഗിവ് ഇൻ ഡീറ്റെയിൽ. അതിൻ്റെ ഡെഫിനിഷൻ അല്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ കൊടുക്കാം. സോ ദ മേജർ വൺ ആസ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, ഇൻക്രീസ്ഡ് or quality, better quality product, then fastest method to do a job, make easier for the workers as well as the operators because it reduces the fatigue. Then labor control,
then labor requirements like labor budgeting, find out the easier way to do our work in a fastest way, better utilization of all resources. ഇതെല്ലാം ഇതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. വൈ ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ വൈ വി ഡു വർക്ക് സ്റ്റഡി എന്ന് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദിസ്. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ടെക്നിക്സ് യൂസ് ഫോർ വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടൈപ്പ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് വി വോണ്ട് ടു സ്റ്റഡി. ദ ഫസ്റ്റ് ടെക്നിക് ഈസ് മെത്തേഡ് സ്റ്റഡി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വർക്ക് മെഷർമെൻറ്റ്. ആദ്യം നമ്മൾ മെത്തേഡ് പഠിക്കും, ഓക്കെ, മെത്തേഡ് സ്റ്റഡിയിലൂടെ, പിന്നെ അതിനെ വർക്ക് മെഷർ ചെയ്യും, മെഷർമെൻറ്റ്. സോ ദീസ് ആർ ദ 2 തിങ്സ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വർക്ക് സ്റ്റഡി. So the first phase of work study is known as the method study or the motion study. Aims at determining the best possible manufacturing procedure which involve least time and cause minimum fatigue to workers employed for performing the work. ഇപ്പോൾ ഏറ്റവും ചെറിയ ടൈമിൽ ഏറ്റവും കുറവ് മടി ഉണ്ടാക്കി ഒരു വർക്കേഴ്സിനും അതുപോലെ സൂപ്പർവൈസേഴ്സിനും ഒരു വർക്ക് എങ്ങനെ ചെയ്യാം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ആ പ്രൊസീജിയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് സ്റ്റഡി നടത്തുന്നത്. മെത്തേഡ് മീൻസ് എ പ്രൊസീജിയർ, ആ പ്രൊസീജിയറിനെ പറ്റി പഠിക്കുക. ഓക്കെ, സോ ഇൻ ഷോർട്ട് ദ സ്റ്റഡി ഈസ് കൺസേൺ വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ദ ബെസ്റ്റ് വേ ടു ഡു എ ജോബ്. ഒരു ജോലി ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് മെത്തേഡ് സ്റ്റഡി. ഓക്കെ, സെക്കൻഡ് വൺ ആണ് വർക്ക് മെഷർമെൻറ്റ്. വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്സ് ഡിസൈൻ ടു എസ്റ്റാബ്ലിഷ് ദ ടൈം ഫോർ ദ ക്വാളിഫൈഡ് വർക്കർ ടു ക്യാരി ഔട്ട് ദ സ്പെസിഫൈഡ് ജോബ്സ് അറ്റ് എ ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഇതിൽ വർക്ക് മെഷർമെൻറ്റാണ്. അപ്പോൾ ഓരോ എംപ്ലോയറിനും ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബർ അല്ലെങ്കിൽ ഒരു വർക്കർ, അയാൾക്ക് എത്ര സമയം എടുക്കും ഒരു വർക്ക് ചെയ്യാൻ, ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു പെർഫോമൻസ് ലെവലിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, ഇത്രയും നല്ല പെർഫോമൻസിൽ ഇത്രയും ഡിഫക്ട്സ് കുറച്ചിട്ട് എങ്ങനെ ചെയ്ത് തീർക്കും. ദാറ്റ് ഈസ് വർക്ക് മെഷർമെൻറ്റ്. സോ വർക്ക് മെഷർമെൻറ്റ് ഈസ് ഓൾസോ കോൾ ദ നെയിം ദ ടൈം സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി എന്നും ഈ ഒരു വർക്ക് മെഷർമെൻറ്റിനെ പറയും. ടൈമാണല്ലോ പഠിക്കുന്നത്, മറ്റേത് മെത്തേഡാണ് പഠിക്കുന്നത്. സോ വർക്ക് മെഷർമെൻറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ബോത്ത് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഓപ്പറേഷൻ. വർക്ക് മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ടൈം സ്റ്റഡി നമുക്ക് പ്ലാൻ ചെയ്യാനും നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന സെഷനിലും ഇമ്പോർട്ടൻറ്റ് വരുന്നതാണ്. സോ ദീസ് ആർ ദ 2 ways and we can do the work study, method study and ടൈം സ്റ്റഡി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് മെത്തേഡ് സ്റ്റഡി, ഗീവ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ടൈം സ്റ്റഡിയുടെ അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാം. സോ ഇഫ് യു വാണ്ട് ദ നോട്ട്സ് ഇൻ ദ സെയിം യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ഐ വിൽ ഗിവ് ദ നമ്പർ അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ടൈപ്സ് ഓഫ് വർക്ക് സ്റ്റഡി പറഞ്ഞു. ഇനിയുള്ളത് വാട്ട് ഈസ് എ പ്രൊസീജിയർ ഫോർ ടേക്കിംഗ് അപ്പ് ദിസ് വർക്ക് സ്റ്റഡി, അല്ലെ, മൂന്നാമത്തെ പാർട്ട് അതായിരുന്നു. വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് അഡോപ്റ്റഡ് ഫോർ കണ്ടക്ടിങ് വർക്ക് സ്റ്റഡി. സോ ഫസ്റ്റ് വി വോണ്ട് ടു സെലക്ട് ദ വർക്ക് ഓഫ് പ്രൊസീജിയർ ടു ബി അനലൈസ്. ഏതാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അത് ആദ്യം കണ്ടുപിടിക്കുന്നു. ഏത് വർക്കാണോ ഏത് പ്രൊസീജിയറാണോ അനലൈസ് ചെയ്യുന്നത്, വി സെലക്ട് ദാറ്റ് വർക്ക്. Second, record all the relevant information related to the existing work system with the help of recording devices or techniques. നമ്മൾ എന്തൊക്കെ വർക്ക് ഉണ്ട്, എന്താണ് ഇപ്പോഴത്തെ വർക്കിംഗ് സ്റ്റൈൽ, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിന് ചിലപ്പോൾ നമ്മളുടെ പഴയ റെക്കോർഡ്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമാറ്റിക് ടെക്നിക്സ് ഉണ്ടെങ്കിൽ, സിസ്റ്റം ജനറേറ്റഡ് ടെക്നിക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് നമ്മൾ വർക്ക് സ്റ്റഡിയുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ദെൻ മേക്ക് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് കളക്റ്റഡ് ഡേറ്റ. നോർമൽ നിങ്ങളൊരു റിസർച്ച് ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് കിട്ടിയ ഡേറ്റയൊക്കെ നമ്മളൊന്ന് ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്യുന്നു. ദെൻ ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ് ദ മെത്തേഡ് വിച്ച് ഇസ് എക്കണോമിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതിനെപ്പറ്റി നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് കുറേ കുറ്റങ്ങളുണ്ട്. സോ ഇഫ് യു ആർ ഷിഫ്റ്റിംഗ് ഓൺ ടു എ ന്യൂ സിസ്റ്റം ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ എന്ന് മനസ്സിലായാൽ ഗീവ് ഓർ ഡെവലപ്പ് എ പുതിയ ന്യൂ സിസ്റ്റം. ഓക്കെ, ആൻഡ് ഗീവ് കൺസിഡറേഷൻ ഫോർ ദ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. ആ മെത്തേഡ് മാറ്റി പുതിയ എന്താണ് ബെറ്റർ മെത്തേഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഇൻസ്റ്റാൾ ദ ന്യൂ സെലക്റ്റഡ് മെത്തേഡ് വിത്ത് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ ദ ലേറ്റസ്റ്റ് standard of method through periodic verification etc. ഇപ്പോൾ നമ്മൾ ബയോമെട്രിക് സിസ്റ്റം വന്ന ഒരു കൾച്ചർ തന്നെ നോക്കുകയെന്ന് വെച്ചോ. ബയോമെട്രിക് സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മസ്റ്റർ റോൾ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാരുടെ സമയം നഷ്ടമാണ്, അത്രയും ടൈമിംഗ് ഡിലേ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഹാൻഡ് ഇതേ ഉള്ളൂ, ഒപ്പിടേണ്ട കാര്യമില്ല, വേറൊരാൾ അത് റെക്കോർഡ് ചെയ്യേണ്ടതില്ല. ഇറ്റ് ഇസ് ഓൾറെഡി റെക്കോർഡഡ്, സിസ്റ്റം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇതുപോലെയുള്ള വർക്ക് സ്റ്റഡിയുടെ ഒരു റിസൾട്ടായിട്ടായിരുന്നു. അപ്പോൾ വർക്ക് സ്റ്റഡി ആയിട്ടുള്ള ആദ്യം ഒരു മെത്തേഡ്സ് പഠിച്ചു, മെത്തേഡ് സ്റ്റഡി നടത്തി.
ഇതിനു വേണ്ടി ഓരോരുത്തർക്ക് എത്ര സമയം ഇൻവോൾവ് ആവുന്നുണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നവർ, ഇത് കൊടുക്കുന്നവർ, ഓരോരുത്തരും ഒപ്പിട്ട് പോകണമല്ലോ. അപ്പോൾ ഓരോ വർക്കേഴ്സിൻ്റെ സമയം നഷ്ടമാവുന്നുണ്ട്, ഇതിനൊരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അവരുടെ ടൈം നഷ്ടമാവുന്നുണ്ട്, മാനേജേഴ്സിൻ്റെ ടൈം നഷ്ടമാവുന്നുണ്ട്, ഫിനാൻസ് കൺട്രോളിൻ്റെ ടൈം നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം വർക്ക് ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, ഇതിൻ്റെ ഫോൾസ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഫോൾസ് ഉണ്ട്, അപ്പോൾ ബയോമെട്രിക് കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് മനസ്സിലാക്കി വി ബ്രോട്ട് ദ ന്യൂ സിസ്റ്റം. ആ സിസ്റ്റം നമ്മൾ ലേറ്റസ്റ്റ് ന്യൂ ഡിവൈസസ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യും ഇഫ് ഇറ്റ് ഇസ് കറക്റ്റ് അല്ലേ. ബയോമെട്രിക് സിസ്റ്റം വെച്ചതുകൊണ്ട് മാത്രമല്ല, അത് മന്ത്ലിയോ വീക്ക്ലിയോ ഒന്ന് ചെക്ക് ചെയ്യും ഇഫ് ഇറ്റ് ഇസ് റണ്ണിങ് പ്രോപ്പർലി. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ പ്രൊസീജിയേഴ്സ് ടു undertake or conduct a work study. അപ്പോൾ വർക്ക് സ്റ്റഡിയുടെ what is the definition, what are the objectives, what are the types and what are the procedure for doing a work study. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. Then second question is, what is PPC, what are the different techniques used and what are the objectives and importance. Production പ്ലാനിങ് ആൻഡ് കൺട്രോൾ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് PPC. അതിൻ്റെ ടെക്നിക്സ്, അതിന് പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദീസ് ടെക്നിക്സ് ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഇതിൽ കാണേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് വരും, പ്രൊഡക്ഷൻ പ്ലാനിങ്ങും പ്രൊഡക്ഷൻ കൺട്രോളും അല്ലേ. ഒരു പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് പ്രോപ്പർലി പ്ലാൻഡ് ആയിരിക്കണം. പ്ലാനിനനുസരിച്ച് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്കും ചെയ്യണം. അതിനെയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ദീസ് ടു പാർട്ട് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ കേസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഓൾസോ. സോ PPC can be defined as a technique of forecasting ahead every step of the proposed production process, taking them at the right time, the right place, in the right quantity, in the right quality and the right price in order to ensure efficiency and effectiveness of the overall operating system. അപ്പോൾ PPCയുടെ നമ്മുടെ ഉദ്ദേശം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലാണ് നിങ്ങൾക്ക് പറയാം, ഒരു പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് പ്രൈസിൽ കറക്റ്റ് പ്ലേസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന രീതി ഒരു ഗുഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി വി വോണ്ട് ഹാവ് എ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ വിച്ച് ഇസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ഫോർകാസ്റ്റിംഗ് നേരത്തെ പ്ലാൻ ചെയ്യണം അല്ലേ, എന്നിട്ട് കൺട്രോൾ നമ്മളുടെ ഓപ്പറേഷൻസ് കഴിയുമ്പോൾ. സോ ദിസ് ഇസ് കോൾഡ് എ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് control. So PPC is all about the management of production operation of any manufacturing enterprise involving three basic consideration. മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു PPC നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് വാട്ട് വർക്ക് ഷാൽ ബി ഡൺ, ഹൗ ദ വർക്ക് ഷാൽ ബി ഡൺ ആൻഡ് വെൻ ദ വർക്ക് ഷാൽ ബി ഡൺ. ഇപ്പോൾ PPCയിൽ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ആൻഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ത് വർക്കാണ് നമുക്ക് നോക്കേണ്ടത്, ഏത് വർക്കിനാണ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ വേണ്ടത്, ആ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, ഈ മൂന്ന് കാര്യങ്ങൾ വാട്ട്, ഹൗ ആൻഡ് വെൻ. ഈ മൂന്ന് ക്വസ്റ്റ്യന് ഉത്തരം കിട്ടിയാൽ മാത്രമായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എഫിഷ്യൻ്റ് ആകുന്നത്, ഒരു എഫക്റ്റീവ് ആകുന്നത്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. യു ക്യാൻ റൈറ്റ് എനി ഡെഫിനേഷൻ, നിങ്ങൾക്ക് പല ഡെഫിനേഷൻ ടെക്സ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ റൈറ്റ് ദാറ്റ്, അതർവൈസ് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ലൈക്ക് ദിസ്. ഓക്കെ, സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് PPC എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഈസ്, എന്തിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്? ടു ഡെലിവർ ദ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ് ആൻഡ് ദ റൈറ്റ് പ്രൈസ്. ഒരു നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സിനെ വിൽക്കുകയും വേണം, എന്നാൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് പ്രൈസിൽ, റൈറ്റ് ക്വാളിറ്റിയിൽ, റൈറ്റ് പ്ലേസിലായിരിക്കണം നമ്മളിത് ഡെലിവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെനിഫിറ്റ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് PPC. സെക്കൻഡ്, ടു എൻഷുർ ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ റിസോഴ്സ്. നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി നേരത്തെ പറഞ്ഞ പല റിസോഴ്സസ് വേണം, മാൻ, മെറ്റീരിയൽ, മണി, ഒരു മാൻ പവർ, ഇങ്ങനെയുള്ള പല മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അതെല്ലാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് ഷുഡ് ബി എഫിഷ്യൻ്റ്ലി യൂസ്. ഇപ്പോൾ ഒരു ബെറ്റർ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ എത്ര ആൾക്കാരെ അലോട്ട് ചെയ്യണം, എത്ര പൈസ അലോട്ട് ചെയ്യണം, എത്ര മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് കൊടുക്കണം, എത്ര മെഷീൻസ് ആവശ്യമുണ്ട്, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഒരു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിന് വേണ്ടിയിട്ടും വി വോണ്ട് ഹാവ് ദിസ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് PPC ഈസ് ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമം ഇൻവെൻട്രി ലെവൽ. ഇൻവെൻട്രി ലെവൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഒരു ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രി മേ ബി ഓഫ് ദ വർക്കിംഗ് പ്രോസസ് ഇൻവെൻട്രി ഉണ്ടാവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി ഉണ്ടാവാം, അതുപോലെ റോ മെറ്റീരിയൽസ് ഇൻവെൻട്രി ഉണ്ടാവാം. റോ മെറ്റീരിയൽസ് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ അത് അത്ര ഹാംഫുൾ അല്ല, ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ എനി അതർ പ്രൊഡക്റ്റ്. പക്ഷേ വർക്കിംഗ് പ്രോസസ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ്. ആ ഗുഡ്സിനെ നമുക്ക്
വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐദർ ഇറ്റ് നീഡ് ടു ബി കൺവേർട്ടഡ് ടു ഫിനിഷ്ഡ് ഗുഡ്സ്, എന്നാലും മാത്രമേ നമുക്ക് വിൽക്കാനെങ്കിലും പറ്റുള്ളൂ. എന്നാൽ മാറ്റി വെച്ച് വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടി യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഇൻവെൻട്രീസ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഒരു ബെറ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഇൻ പ്രോസസ്സ് ഏറ്റവും കുറച്ച് ഫിനിഷ്ഡ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസോ ആയിട്ട് നിർത്തുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദെൻ ടു മെയിൻറ്റെയിൻ ദ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണം. ഇപ്പം ഒരു ടൈമിൽ നമുക്ക് പ്രൊഡക്ഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു മെഷീനറി വർക്ക് ചെയ്യുന്നില്ല. സോ വി വോണ്ട് ടു ഷിഫ്റ്റ് ദ പ്രൊഡക്ട്സ് ഓർ പ്രൊഡക്ഷൻ ഫ്രം വൺ ടു അനദർ. അല്ലെ, ചിലപ്പോൾ ലേബറിനെ എല്ലാം നമ്മൾ ഒരിടത്തേക്ക് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. സംടൈം ദാറ്റ് മെഷീൻ സ്റ്റോപ്സ് വർക്കിംഗ്, സോ ദാറ്റ് ലേബർ ഈസ് ടു ബി ടേൺ ടു സം അതർ ലൊക്കേഷൻ ഓർ സം അതർ പ്ലാന്റ്, സം അതർ മെഷീൻസിലായിരിക്കണം അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർകാസ്റ്റിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ടു ബി ഡൺ, വാട്ട് വിൽ ബി ഡൺ വെൻ ദിസ് മെഷീൻ ടേൺസ് ഓഫ്. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലേബറിനെ എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽ, ഇതിനെപ്പറ്റിയൊരു പ്ലാൻ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണമെങ്കിലും വി വോണ്ട് ടു ഹാവ് എ ബെറ്റർ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദെൻ ഫോർ ബെറ്റർ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓരോരുത്തർ തമ്മിൽ ഇപ്പം മാൻ-പവർ തമ്മിലുള്ള കോർഡിനേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ വി വോണ്ട്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്കൊരു പ്ലാന്റിൻ്റെ തന്നെ പല ഭാഗത്ത് ഒരിടത്ത് റോ മെറ്റീരിയൽ ആയിരിക്കുന്നത് വേറൊരിടത്ത് അവിടുത്തെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവും. എന്നിട്ട് ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വേറൊരു പ്ലാന്റിൻ്റെ റോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പം എല്ലാം കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്, ഓരോരോ സിസ്റ്റം ആണെങ്കിലും ഓരോരോ മെഷീൻസ് ആണെങ്കിലും. അപ്പോൾ ഇതിന് തമ്മിലുള്ള പ്രോപ്പർ ഡെലിവറി ഓഫ് ഐറ്റംസ്, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് എത്തിയാൽ മാത്രമേ വേറൊരു മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റൂ. അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡും ആയിരിക്കണം, കോർഡിനേഷനും ഉണ്ടായിരിക്കും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ 2 മെഷീൻ വർക്കിങ്ങിൽ പോലും, അതിൽ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിലും മാനിൻ്റെ ആണെങ്കിലും. അപ്പോൾ ഒരു ബെറ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടുത്തെ യൂണിറ്റിൽ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അവിടെ എത്തിക്കാം എന്നുണ്ടാവുള്ളൂ. അതർവൈസ് ദ അതർ പേഴ്സൺ വോണ്ട് ടു വെയിറ്റ് അണ്ടർ ദ പ്രൊഡക്ട്സ് റീച്ച് ദെയർ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് എല്ലാം കുറയ്ക്കാൻ പറ്റും ബൈ means of production planning and control. And for better prediction and forecasting of the future demand എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് PPC. ഇനി വാട്ട് ആർ ദ മേജർ ടെക്നിക്സ് യൂസ്ഡ് ഇൻ PPC? ഓക്കെ, the first technique we can say, before that ടെക്നിക്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിനെ 2 സെക്ഷൻ ആക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സെക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ ഈസ് ദ സെക്കൻഡ് സെക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് പാർട്ടിൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ, the first one is availability of material in the right quantity at the right time all the time. ഓക്കെ, എല്ലാ ടൈമിലും അല്ലെങ്കിൽ കറക്റ്റ് സമയങ്ങളിലും നമ്മൾ ഗുഡ്സ് എത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും അവിടെ വരുന്നത്. അതേപോലെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ റിസോഴ്സസ് കിട്ടുന്നുണ്ടോ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഫോർകാസ്റ്റിനനുസരിച്ച് തന്നെയാണോ റിസോഴ്സസ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് മേജർലി 3 സ്റ്റെപ്സ് ആണ് ഉണ്ടാകുന്നത്. 4 ടെക്നിക്സ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ മാത്രം ഇൻവോൾവ് ആകുന്നത്. ദാറ്റ് ഈസ് എസ്റ്റിമേറ്റിംഗ്, routing, scheduling and loading. So when the question is to write the techniques of production planning and control, first we want to classify production planning and control into 2. That is production planning and production control. In production planning you want to write the 4 techniques like estimating, routing, scheduling and loading. Okay, so estimating are the first one. So this phase is mainly concerned with the quantity of the product to be manufactured, which is usually aligned with the sales and demand forecasting. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആവശ്യമുണ്ട്, എത്ര നമ്മൾ മാനുഫാക്ചർ ചെയ്യണം, നമ്മുടെ സെയിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിനനുസരിച്ച് എത്ര ഉണ്ടാക്കണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. Second, we are routing it. That is, routing is a technique involves deciding upon the route or the path or the sequence of operation through which the raw material should travel from one stage to another before being converted into final or finished products. Route എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനം ഏത് വഴി പോകണം എന്നതാണ്. അപ്പോൾ ഒരു റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് വരെ എത്തണമെങ്കിൽ ഏത് പാത്തിലൂടെ ഏത് പ്രൊഡക്ഷൻ സീക്വൻസിലൂടെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് റൂട്ടിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് റൂട്ടിലൂടെ പോകണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ഓവറോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ബ്ലൂ പ്രിൻറ്റ് പോലെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു റോ മെറ്റീരിയൽ ഈ ഒരു മെഷീനിൽ പോകുന്നു, അവിടെ നിന്ന് ഈ ഒരു മെഷീനിലേക്ക് പോകുന്നു, അങ്ങനെ ആ ഒരു റൂട്ടിംഗ് മാപ്പിൽ നമ്മൾ ഈ റൂട്ടിംഗ് ഷീറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്.
Third technique is scheduling. That is, this phase involves fixing of priority for each production sub-process or jobs along with indicating the start and end time of each of the jobs. ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ ഒരു മെഷീനിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു റോ മെറ്റീരിയൽ ഇരിക്കുന്നതിനൊരു ടൈമുണ്ട്, ഒരു സ്റ്റാർട്ട് ടൈം ആൻഡ് എൻ എൻഡ് ടൈം. അതിനുള്ളിൽ നമ്മുടെ ആ ഒരു മെഷീൻ്റെ വർക്കിംഗ് തീരണം. അപ്പം അങ്ങനെയുള്ള വെൻ ദാറ്റ് റോ മെറ്റീരിയൽ ഷുഡ് എൻ്റർ ദ മെഷീൻ ആൻഡ് വെൻ ഇറ്റ് ഷുഡ് ബി ഔട്ട് ഓഫ് ദ മെഷീൻ, ആ കാര്യങ്ങൾ അതിനൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ ടൈം ഫിക്സ് ചെയ്യുന്നത് ഈ ഷെഡ്യൂളിങ്ങിലാണ്. അപ്പോൾ അത്രയും ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫേസ് നടക്കുന്നത്. അത്രയും തന്നെയായിരിക്കും അവിടെയുള്ള ലേബറിൻ്റെയും വർക്ക്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുക. ദ ടൈം പീരീഡ് ഫോർ വിച്ച് ദ ഓപ്പറേഷൻ ഷുഡ് ക്യാരി ഔട്ട്. ഓരോ മെഷീൻസിൽ എത്ര ടൈം എന്താണ് സ്റ്റാർട്ട് ടൈം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നു. ഓക്കെ, ആ പ്രയോറിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഷെഡ്യൂളിംഗ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ലോഡിംഗ്. ലോഡിംഗ് മീൻസ് വി ഹാവ് ഗോട്ട് ഓൾ ദിസ് ഡീറ്റ, അല്ലേ? നമുക്ക് എസ്റ്റിമേഷൻ കിട്ടി, റൂട്ടിംഗ് കിട്ടി, ഷെഡ്യൂളിംഗ് കിട്ടി. സോ വി ക്യാൻ load it or we can do the work, start the work. So this involves the preparation of the machine logging chart, which shows the planned activity and utilization of men and available machines. അപ്പോൾ മെഷീനറീസും മെന്നും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിനനുസരിച്ച് അങ്ങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദീസ് ആർ ദി മേജർ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്: എസ്റ്റിമേറ്റിംഗ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ് ആൻഡ് ലോഡിംഗ്. ഓക്കെ, അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇനിയുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളാണ്. നമ്മുടെ PPCയിൽ തന്നെ സെക്കൻഡ് പാർട്ട് ഈസ് പ്രൊഡക്ഷൻ കൺട്രോളിംഗ്, വിച്ച് എയിം അറ്റ് റെഗുലേറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ച് തന്നെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻവെൻട്രി ആണെങ്കിൽ തന്നെ റെഗുലേറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ റിസോഴ്സ് യൂട്ടിലൈസേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അത് പ്രോപ്പറാണോ, അതിനെ പ്രോപ്പറായിട്ട് തന്നെ പോയോ, ഇല്ലെങ്കിൽ വി വോണ്ട് ടു ഒപ്റ്റിമൈസ് ഇറ്റ്, വി വോണ്ട് ടു കറക്റ്റ് ഇറ്റ്. ഓക്കെ, അതേപോലെ ഷെഡ്യൂൾസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഷെഡ്യൂളിംഗ് എല്ലാം പ്രോപ്പറാണോ, ഇഫ് നോട്ട് വി വാണ്ട് ടു ഓർഗനൈസ് ഇറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ തിങ്സ് ദാറ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ ഫോക്കസ്. കൺട്രോൾ ചെയ്യുന്നു, ഇതെല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ആസ് പെർ ദ പ്ലാൻ, വി വോണ്ട് ടു കറക്റ്റ് ഇറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ കൺട്രോൾ system. Then production control ensures that the process designed and defined during production planning are staying true to the course of action. അല്ലേ, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ ഔട്ട്കംസ് നോക്കിയിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കണോ, എന്തൊക്കെ മെഷേഴ്സ് എടുക്കണോ, ദാറ്റ് വിൽ ബി ടേക്കൺ ഇൻ പ്രൊഡക്ഷൻ കൺട്രോൾ. ഇതിന് അപ്പോൾ മേജർ 3 സ്റ്റെപ്സ് ആയിട്ടാണ് വരുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളിൽ വി ആർ ടേക്കിംഗ് അപ്പ് 3 സ്റ്റെപ്സ്. മറ്റേടത്ത് 4 സ്റ്റെപ്സ് ആയിരുന്നു. വേർഡ് വേർഡ് എസ്റ്റിമേറ്റിംഗ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ് ആൻഡ് ലോഡിംഗ്. സോ യു ക്യാൻ ERSL അങ്ങനെ ഷോർട്ട് ഫോം പഠിച്ച് വയ്ക്കുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ERSL ആണ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ERSL. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ കൺട്രോളിൽ വരുന്നത് ഡിസ്പാച്ചിങ്, എക്സ്പെഡിറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, DIE. Okay, so this is for production control. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ there are 4 techniques and production control എന്ന് ചോദിച്ചാൽ there are 3 techniques. Total PPCയുടെ techniques എന്ന് ചോദിച്ചാൽ you want to write all these. Okay, so here the major techniques are, first one, dispatching. So dispatching means the technique is all about setting up the initial and subsequent production operations into motion as per the production plans by placing the orders with the inventors and suppliers as per the scheduled requirement. ഇപ്പോൾ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളുടെ പ്ലാനിനനുസരിച്ചും റിക്വയർമെൻറ്റിനനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യുകയാണ്. ഓക്കെ, വെൻഡേഴ്സിൽ നിന്നെടുത്ത് പ്ലേസ് ചെയ്ത ഓർഡേഴ്സിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, വെൻഡേഴ്സിനും സപ്ലയേഴ്സിനും. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് വർക്ക് സ്റ്റേഷൻസിൽ നിന്ന് മൂവ് ചെയ്യും. അല്ലേ, പല പല സ്റ്റേഷൻസ് ഇരിക്കുന്ന മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൂൾസ് ആൻഡ് ഫിഷേഴ്സ്, ഓരോ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് ഫിഷേഴ്സ് നമ്മൾ മൂവ് ചെയ്യും. ഓരോ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓരോ ആൾക്കാർക്ക്, ഓരോ വർക്കേഴ്സിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അവരുടെ ടൈമും അവർക്ക് അതിൽ ഓരോ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആകുന്ന കോസ്റ്റും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഡിസ്പാച്ചിങ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ് ഓർ പ്രോഗ്രഷൻ. എക്സ്പെഡിറ്റിംഗ്, സോ ഇതിനകത്ത് ഫോളോ അപ്പ് മെക്കാനിസം ആയിരിക്കും. ഈ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ റിപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ് ഉണ്ടാവും, റിവ്യൂ ഉണ്ടാവും, പ്രോഗ്രസ് ചാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും. ബിക്കോസ് വി വോണ്ട് ടു നോ ഇഫ് ദ ഡിസ്പാച്ചിങ് ഓർ ദ പ്ലാൻസ് ആർ ഗോയിങ് ഇൻ എ റൈറ്റ് വേ. നമ്മുടെ പ്ലാൻ അനുസരിച്ചാണോ പോകണമെന്നറിയാം. അപ്പോൾ ടൈംലി കംപ്ലീഷൻ നടക്കുന്നുണ്ടോ, നമ്മുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂളിനനുസരിച്ച് നടക്കുന്നുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് റിപ്പോർട്ടിങ്ങും റിവ്യൂവും
പ്രോഗ്രസ് ചാർട്ട്സും എല്ലാം നമ്മുടെ എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ് മെഷേഴ്സിൽ എടുക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ കാണുകയാണെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കും. ഓക്കെ, നമ്മൾ റീഷെഡ്യൂൾ ചെയ്യും ചിലപ്പോൾ വർക്ക്, അല്ലെങ്കിൽ റൂട്ടിൽ എന്തെങ്കിലും വ്യത്യാസമാണെങ്കിൽ റൂട്ട് കറക്റ്റ് ചെയ്യും, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് വേണമെങ്കിൽ അത് ചെയ്യും. ഓക്കെ, എല്ലാ കറക്റ്റീവ് മെഷേഴ്സ് നടത്തും. ഇനി വർക്കേഴ്സിൻ്റെ കാര്യങ്ങളിലാണ് എന്തെങ്കിലും പ്രശ്നമുള്ളത്, വർക്കേഴ്സിന് നമ്മൾ അലോട്ട് ചെയ്ത പോലെ അവർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യും, അവരെയും ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. ചിലപ്പോൾ ഒരു പ്ലാനിൽ അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേറൊരു വർക്ക് സ്റ്റേഷനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫേഴ്സ്, ഡിമോഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കേൾക്കാത്ത ടൈപ്പ് ആണെങ്കിൽ ഡിമോഷൻ ചെയ്യാം, അവർക്ക് പണിഷ്മെൻറ്റ്സ് കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് കറക്റ്റീവ് മെഷേഴ്സ് എല്ലാം എടുക്കുന്ന ഈ എക്സ്പെഡിറ്റിംഗ് ഫോളോ അപ്പ് ഓർ പ്രോഗ്രഷൻ എന്ന സ്റ്റെപ്പിലായിരിക്കും, ടെക്നിക്കിലായിരിക്കും. ആൻഡ് ദ തേർഡ് ടെക്നിക്ക് ഈസ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗുഡ്സിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ ഇത് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മൾ സപ്ലൈസിന് കൊടുക്കാറായി. സോ ഇൻ കൺട്രോൾ വി വോണ്ട് ടു ചെക്ക് ഇഫ് ദേ മീറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഓൾറെഡി ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണോ എന്ന് അറിയേണ്ടത്. അപ്പോൾ ക്വാളിറ്റി ചെക്കിംഗ് ആണ് നമ്മളുടെ ഇൻസ്പെക്ഷനിൽ നടക്കുക. നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് ക്വാളിറ്റി ചെക്കപ്പിന് പോകും. ഓക്കെ, അത് നമ്മൾ പല ടൈപ്പ് ഓഫ് ക്വാളിറ്റി ചെക്കിംഗ് അഷുറൻസിൽ പറഞ്ഞു, ടിക്കിയും, കൈസൻ, സിക്സ് സിഗ്മ അങ്ങനെയുള്ള ഓരോ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കും. We can understand whether the planning and operation process went fine. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫൈനായിട്ട് പോയോ, എല്ലാം പ്രോപ്പർ ആണോ എന്നറിയാൻ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷനിലൂടെ പറ്റും. സോ ദീസ് ആർ ദ മേജർ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ. സോ PPCയുടെ ടെക്നിക്സ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ next one is what is the advantages and importance of PPC. The first, production planning and control ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ, അഡ്വാൻറ്റേജസ് ചോദിക്കാം, ഇമ്പോർട്ടൻസ് ചോദിക്കാം. സോ ഫസ്റ്റ് ഇസ് ഹൈ പ്രൊഡക്ടിവിറ്റി ഓഫ് പേഴ്സണൽ മെഷീനറി ആസ് ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ഉദ്ദേശം എന്താ, ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം, ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം വിത്ത് ദ അവൈലബിൾ മെഷീനറി, വിത്ത് അവൈലബിൾ HR. അപ്പോൾ നമ്മളുടെ ഇൻപുട്സ് അത് കൊടുത്ത് മാക്സിമം ഔട്ട്പുട്ട് എഫിഷ്യൻ്റ്ലി ആയിട്ട് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ഓഫ് PPC. ദെൻ ഐഡിൽ ടൈം ക്യാൻ ബി കട്ട് ടു മിനിമം. നമ്മളൊരു ബെറ്റർ പ്ലാൻ ആൻഡ് കൺട്രോളിനനുസരിച്ച് പോവുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയം, ഐഡിൽ ടൈം എന്ന് വെറുതെ ഇരിക്കുന്ന സമയം, അത് മെഷീനും ഉണ്ടാവാൻ നമ്മുടെ മാനിനും ഉണ്ടാവും, അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക് നടത്താം. ആർക്കും ചിലപ്പോൾ ഓവർലോഡ് വർക്കും കുറയ്ക്കാം, അതുപോലെ ഐഡൽ ടൈമും കുറയ്ക്കാം. ബോത്ത് ക്യാൻ ബി റിഡ്യൂസ് ഇഫ് യു ആർ ഹാവിങ് എ ബെറ്റർ PPC. ദെൻ പെർഫോമൻസ് ക്യാൻ ബി മോണിറ്റേർഡ് ആൻഡ് ആൻ എഫക്റ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ ബി ഗിവൺ. ഈ ഒരു കൺട്രോളിങ് ടെക്നിക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെർഫോമൻസ് എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ വർക്കേഴ്സ് എഫിഷ്യൻ്റ്ലി വർക്കും ചെയ്യും. ബിക്കോസ് അതർവൈസ് ദേ വിൽ ഗെറ്റ് എഫക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ട്രാൻസ്ഫർ ചെയ്യാം, ഡിമോഷൻ ചെയ്യാം, പണിഷ്മെൻറ്റ്സ് കിട്ടാം. സോ ദർ വിൽ ബി ഓൾവേസ് ആ കമ്മിറ്റ്മെൻറ്റ് ഫോർ ദ വർക്ക്. പിന്നെ നമ്മുടെ മെഷീനറി ആണെങ്കിലും വർക്ക് ഫോഴ്സ് ആണെങ്കിലും പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ വർക്ക് among the personnel is regulated. ഓവർലോഡിങ് ആൻഡ് അണ്ടർലോഡിങ് ഓഫ് വർക്ക് നമുക്ക് കുറയ്ക്കാം. ഒരാൾക്കാർക്ക് എക്സ്ട്രാ വർക്ക്സ് കൊടുക്കാതെ അവർക്കൊരു സ്മൂത്തായിട്ട് എപ്പോഴും ഒരുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി ഫൈൻ. ചില സമയത്ത് പെട്ടെന്ന് കുറേ വർക്ക്, ചിലപ്പോൾ ഒരു വർക്കും ഇല്ല, ദാറ്റ് ഇസ് ഹാർഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ചെയ്താൽ വി ക്യാൻ റെഗുലേറ്റ് ദ വർക്ക് ടൈം. Optimal level of coordination is maintained on the production line through the implementation of PPC. കോർഡിനേഷൻ വേണമെങ്കിൽ ഇപ്പം ഒരു മെഷീനിൻ്റെ തന്നെ ഔട്ട്പുട്ട് വേറൊന്നിൻ്റെ ഇൻപുട്ട് ആവുന്നില്ല, അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ വേണം. ഈ കോർഡിനേഷന് കാരണം PPC ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് റൂട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പാത്തിലൂടെ പോകണം. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് വേറൊരു മെഷീൻ്റെ ഇൻപുട്ടാണെന്ന് ആ റൂട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു PPCയുടെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ആൻഡ് ഓൾസോ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് എവിടെയും വേസ്റ്റ് ആവുന്നില്ല, ഐഡിയൽ ടൈമില്ല, ഒരിടത്തും ഡിലേസ് ഇല്ല, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷനാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സേവിങ്സ് നടത്തും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റിയും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി അഷ്വറൻസ് പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും ഇൻ ദ കൺട്രോളിങ്. അപ്പോൾ ഹയസ്റ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് PPC. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ എൻഡിങ് ദിസ് വീഡിയോ. ഇതിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് EOQ ആൻഡ് ഇറ്റ്സ് ഫോർമുല പറഞ്ഞു. ദെൻ വർക്ക് സ്റ്റഡി, ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ടെക്നിക്സ്, പ്രൊസീജിയേഴ്സ്. വർക്ക് സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തും പറഞ്ഞു. അതിലെ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തുള്ളൂ, ദ മെത്തേഡ് സ്റ്റഡി ആൻഡ് ദ ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി ആണ് ഈ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളുടെ ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീൻ ദ നമ്പർ ദാറ്റ് ഐ ആം ഗിവിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. അപ്പോൾ ഞാൻ അതിൻ്റെ നോട്ട്സ് അയച്ചു തരാം. ഹിയർ ഐ ഹാവ് ബീൻ ഇൻക്ലൂഡഡ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് PPCയുടെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ്, ടെക്നിക്സ് ആൻഡ് ഓൾസോ
ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഇത്രയും ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വെൽ. ഈ PPC എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. PPC ആരും പഠിക്കാണ്ട് പോകരുത്. അറ്റ്ലീസ്റ്റ് യു സ്റ്റഡി ദ ടെക്നിക്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഈ ക്വസ്റ്റനിൽ പറഞ്ഞെങ്കിലും പഠിക്കുക. ബാക്കി ജസ്റ്റ് PPCയെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ഐ വിൽ ഗിവ് മൈ നമ്പർ ഹിയർ 9645848557. സോ ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ക്യാൻ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. വാട്ട്സ് ദ നെക്സ്റ്റ് വീഡിയോ ഓൾസോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രൊഡക്ഷൻ സിസ്റ്റം, ദ മേജർ ടൈപ്സ്, ദ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്. നമ്മൾ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ടൈപ്സ് പറയും, എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ we can watch in the next video. So until then, thank you for listening. Please subscribe to the channel to get the updates on the new videos also. Okay, so thank you.